4 വർഷമായിട്ട് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇപ്പം ഇവിടെ വന്നിട്ട് 4 വർഷമായി ഈ വീട്ടിൽ. അപ്പോൾ ഞാൻ മുൻപൊക്കെ ഒരുപാട് വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. താമസിക്കുമ്പോഴത്തേക്കും എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടമാണ്. ചെടി, പട്ടി, പൂച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നട്ട് അതിലൊരു പൂ പൂക്കുമ്പോൾ ഭയങ്കര സന്തോഷവും എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട് ഏത് വീട്ടിൽ പോയാലും ഞാൻ ചെടി നടാറുണ്ട്. ഒരു ചെടി ആദ്യം ഞാൻ നടും. എന്നുവെച്ചാൽ മുൻപ് നട്ടിട്ടുള്ളവർ എന്താണ് പ്രതികരണം എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചെടി നടുമ്പോഴത്തേക്കും ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ജസ്റ്റ് 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് വീട് കാണാൻ വരുമ്പോഴത്തേക്കും ലിസി, ഈ ചെടി ഇവിടെ പറ്റില്ല ഏട്ടാ, വേറൊന്നുമല്ല, ഇവിടെ ഞങ്ങൾ ചെടിയൊന്നും നേരത്തെ താമസിക്കുന്ന ഒരു ചെടിയൊന്നും നട്ടിട്ടില്ല, അതുകൊണ്ട് ഇവിടെ വേണ്ട എന്ന് പറയും. അപ്പോൾ എനിക്ക് വിഷമമാണെങ്കിലും നമ്മുടെ വീടല്ലല്ലോ, സ്വന്തമായിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം, ചെടി നടാം എന്നൊക്കെ വെച്ചിട്ട് ഞാൻ സന്തോഷത്തോടെ തന്നെ അതിനെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഒരു പട്ടി, പൂച്ച ഇതൊക്കെ വളർത്തുമ്പോഴത്തേക്കും അവർ പറയും, പൂച്ചയും പട്ടിയൊന്നും ഇവിടെ പറ്റില്ല. ഓക്കെ, പറ്റില്ല, ശരി, നമുക്ക് പിള്ളേർ നമ്മൾ സേഫായിട്ട് താമസിക്കുന്നതാണല്ലോ വലുത്, അതുകൊണ്ട് അന്നേരം അതെല്ലാം മാറ്റി. ഇപ്പോൾ ഈ 4 വർഷത്തിന് മുമ്പ് ഒരു വീട് എടുത്തപ്പോഴത്തേക്കും ഞാൻ ഓണറിൻ്റെ അടുത്ത് ആദ്യം ചോദിച്ച്, എനിക്ക് ചെടി നടാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറയും. ചെടിയൊക്കെ നടാം ഗ്രേസി, ചെടിയൊക്കെ നടാം, പിന്നെ നിങ്ങൾക്ക് കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യാം, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ അടുത്ത് ഓണർമാരെല്ലാം പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ ഒരു ചെടി നട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമ്പൽ, നട്ടു. ആമ്പലൊരു മുട്ട മാത്രമേ എന്തുള്ളൂ, നിപ്പുള്ള ഒരു മുട്ടയും നിൽക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ചെടികൾ, വാഴ, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്തപ്പോഴത്തേക്കും വേറെ ആരെങ്കിലും ആണെങ്കിൽ പറയും, അയ്യോ വാഴയൊന്നും പാടില്ല. അപ്പോൾ ഞാൻ വിളിച്ചു, ദൈവമേ, എനിക്ക് എൻ്റെ ആഗ്രഹപ്രകാരം ഒരു ചെടി നടാൻ പറ്റുന്ന ഒരു വീട് എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഇത് ഇവിടെ കിട്ടി, ഞാനെല്ലാം സേഫാണ്. പക്ഷേ എൻ്റെ ഓണറിൻ്റെ മനസ്സ് ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഇത്രയും വീടുകളിൽ താമസിച്ചിട്ട് ആരും എന്നെ അനുവദിച്ചിട്ടില്ല, അതെന്തുകൊണ്ടാണ് എന്ന്. പക്ഷേ ഇവർക്കറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഗ്രേസി, നീ താമസിക്കുമ്പോൾ നീ ചെടി നടും, എല്ലാം ചെയ്യും, അത് മാറുമ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത് വരുന്നവർക്കും അതൊരു സന്തോഷമായിരിക്കും. എനിക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. എനിക്ക് ചെടി പൂക്കളൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓണറെ കിട്ടിയത് തന്നെ എനിക്ക് ഭാഗ്യമാണ്, സത്യം പറഞ്ഞാൽ. ഞാൻ കുറേ കാലം എനിക്ക് ഗാർഡനിങ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു കുഞ്ഞ് ഗാർഡൻ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച്. പക്ഷേ എനിക്കിപ്പോൾ കുഞ്ഞ് ഗാർഡൻ ചെയ്യാൻ കഴിഞ്ഞു. അതിന് വളരെയധികം സന്തോഷവതിയാണ് ഞാൻ. പറയാൻ കാര്യം, വാടകയ്ക്ക് ഇങ്ങനെയുള്ള ഓണേഴ്സിനെ കിട്ടാൻ പാടാണ്. ഓണർമാരെ, താമസിക്കുന്നവർക്ക് ഇഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അത് എൻ്റെ ആൻറ്റിയെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ആൻറ്റിയുടെ പേര് കലമാമിയാണ്. കലമാമിയുടെ അടുത്ത് വീടെടുത്ത സമയത്തെ ഞാൻ ചോദിച്ചു, ആൻറ്റി ചെടി നടാവോ എന്ന്. ഓക്കെ പറഞ്ഞ്, ആദ്യമേ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ, ഓക്കെ, കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യാം, ചെടി നടണമെങ്കിൽ ചെടി നടാം, നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം താമസിക്കുന്നത് വരെ, അങ്ങനെ പറയാനുള്ള മനസ്സ്. നിങ്ങൾ വാടകയ്ക്ക് പലരും വീട് കൊടുക്കുമ്പോൾ തരക്കേടില്ലാത്ത രീതിയിൽ അവർക്കിഷ്ടമുള്ള ഒരു ചെടിയും പൂച്ചട്ടിയൊക്കെ വയ്ക്കാൻ എല്ലാവരും സമ്മതിക്കണം. അതൊരു സന്തോഷമാണ്. വീടില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളുടെ വീട് എടുക്കുന്നത്. അപ്പോൾ ഒരു പൂച്ചട്ടി അല്ലെങ്കിൽ ഒരു ചെടി അത് അവർ മാറുമ്പോഴത്തേക്കും അത് മാറ്റിത്തരാൻ പറഞ്ഞാൽ മതി. അല്ലാതെ അത് നടുമ്പോഴത്തേക്കും വന്ന് ഈ ചെടി ഇവിടെ പാടില്ല, വാസ്തുപ്രകാരമോ അല്ലെങ്കിൽ ദോഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും. അല്ല, ഇതിന് നമ്മളിവിടെ സ്ഥിരതാമസമാകുമോ എന്നുള്ള പേടി അങ്ങനെ ചെയ്യരുത്. അത് തെറ്റാണ് സത്യം പറഞ്ഞാൽ. ഈ 4 വർഷം കൊണ്ട് ഞാൻ 1 ചെടി നട്ട്, 2 ചെടി നട്ട്, 3 ചെടി നട്ട്, അങ്ങനെയാണ് ഇവിടെ ഒരു കുഞ്ഞ് ഗാർഡൻ ഉണ്ടാക്കിയത്.
അപ്പോഴത്തേക്കും എൻ്റെ മക്കളും പറയും, അമ്മ പോകുമ്പോൾ ഈ ചെടിയൊക്കെ എന്ത് ചെയ്യുമെന്ന്. ഞാൻ പറയും, ഒന്നും ചെയ്യാനില്ല, ഇതൊന്ന് ഓരോ കൊണ്ടോ ഒടിച്ചെടുത്തുകൊണ്ട് പോകും, നടാൻ പറ്റുന്നിടമെങ്കിൽ നടും, ഇല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കും, ഇല്ലെങ്കിൽ ഇവർക്ക് പിഴുത് മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കും, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് പറയാൻ കാര്യം, നിങ്ങൾ വാടക വീട് കൊടുക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം. ഒരു ചെടി അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുക ചെയ്യാൻ വേണ്ടിയിട്ട്.